പിന്നെ ഫോക്കസ് വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എറണാകുളം തോപ്പുംപടി സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ തർക്കം. ഒരു അനസ് എന്ന വ്യക്തിയുടെ മകൾ ഹിജാബ് ധരിച്ചെത്തുന്നു. സ്കൂൾ അധികൃതർ അതവിടെ അനുവദനീയമല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പിതാവ് ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തി. SDPI പ്രവർത്തകരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. അവരുമായി വന്ന് ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ. അത് പിന്നീട് കോടതിക്ക് മുന്നിലെത്തുന്നു. കോടതി സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് വേണം വസ്ത്രധാരണം എന്ന ഒരു നിർദ്ദേശം നൽകുകയും സ്കൂൾ പ്രവർത്തിക്കാനുള്ള പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സ്കൂൾ 2 ദിവസം അവധി നൽകി. ഭീഷണിയെ തുടർന്ന് സ്കൂളിന് 2 ദിവസം അവധി നൽകിയതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ വലിയ വിവാദമായി മാറിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ സ്കൂളിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹിജാബ് ഇല്ലാണ്ട് തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ സമ്മതമാണ് എന്ന് ഈ കുട്ടിയുടെ പിതാവ് അനസ് വ്യക്തമാക്കിയിരിക്കുന്നു. സ്കൂളിന്റെ നിയമാവലി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നതാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇത് വെറുതെ ഉണ്ടായ ഒരു സമവായമല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും കോൺഗ്രസിന്റെ DCC തലത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും ഹൈബി ഈഡനും ഒപ്പം തന്നെ DCC പ്രസിഡന്റും മുൻകൈയെടുത്ത് സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്കൂളിന്റെ നിയമാവലി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ ഉള്ള സമ്മതമാണ് ഇപ്പോൾ പിതാവ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പിതാവ് ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. എല്ലാം ക്ലിയർ കട്ടായിട്ട് യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാനത് ഏറ്റെടുത്തിട്ട് എന്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എന്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത് വർഗീയ പരാമർശം പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഞാൻ ഇവിടെ കൊടുക്കുന്നതല്ല. നിലവിൽ നാളെ സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ഇട നൽകരുത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തന്റെ കുട്ടി സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ച് സ്കൂളിലെത്താൻ സന്നദ്ധമാണ് എന്നത് പിതാവ് അറിയിക്കുന്നത്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂടി നടന്ന സ്കൂൾ അധികൃതരെ കൂടി പങ്കെടുപ്പിച്ച് നടന്ന ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശേഷമാണ് പിതാവിന്റെ ഈ പ്രതികരണം വരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഹൈബി ഈഡൻ MP ആണ്. ഹൈബി ഈഡൻ MP ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തെ വർഗീയമായി മാറ്റാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഹിജാബ് ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നത് പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പക്ഷേ സംഘപരിവാർ സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഹൈബി ഈഡൻ MP ഉയർത്തുന്നത്. BJP നേതൃത്വം അതിനുള്ള ശ്രമം നടത്തിയെന്നത് BJP RSS ശക്തികൾ ബോധപൂർവം അതിനുള്ള ശ്രമം നടത്തിയെന്നതാണ് ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വർഗീയമാക്കാൻ ആരെയും അനുവദിക്കില്ല. അതിന്റെ ഒരു തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് കൃത്യമായ ഇടപെടൽ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. കാരണം കൃത്യമായും ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് ഈ സ്കൂളിൽ ഈ കുട്ടി ജൂണിൽ ചേർന്നപ്പോൾ സാധാരണ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് വന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അതിനുശേഷമാണ് ഹിജാബ് ധരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അത് സ്കൂൾ അധികൃതർ വിലക്കുന്നു. അതിനുശേഷം പിന്നീടും അത്തരം ഒരു ശ്രമം ഉണ്ടാവുകയും അതിനുശേഷമാണ് ഈ SDPI പ്രവർത്തകരുമായി വന്ന് സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നതാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. അതിനുശേഷം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. ഇതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. ഈ ഘട്ടം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അതിന് ഹൈബി ഈഡൻ MP മുൻകൈയെടുത്തിരിക്കുന്നു. ആ ചർച്ചയിലാണ്, മധ്യസ്ഥ ചർച്ചയിലാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ നിയമാവലി അനുസരിച്ചുകൊണ്ട് അവിടെ കുട്ടിയെ പഠിപ്പിക്കാം, ഈ സാഹചര്യം വർഗീയമായി മുതലെടുക്കാൻ അനുവദിക്കില്ല എന്നത് പിതാവ് പറയുന്നത്. പക്ഷേ ഇവിടെ അത്തരം ശ്രമങ്ങൾ നടന്നു എന്ന കാര്യം MP ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നു. ഹൈബി ഈഡന്റെ വാക്കുകൾ: ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. പള്ളൂരുത്തി എന്ന് പറയുന്നത്
എല്ലാ ജാതി മത വിഭാഗങ്ങളിലെയും ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്, ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത്, അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും, മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാം എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർച്ചയായും എന്തായാലും അതൊരു നല്ല സൂചനയാണ് എന്നതാണ് ഹൈബി ഈഡൻ തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം ആ പിതാവ് സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന കാര്യം. പക്ഷേ ഇവിടെ വർഗീയമായി അതിനെ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടന്നു എന്ന കാര്യം ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ SDPI ആണ് അത്തരമൊരു നീക്കം നടത്തിയത് എന്നതാണ് BJP ആരോപിക്കുന്നത്. ഈ വിഷയം വർഗീയമാക്കാനും വഷളാക്കാനും ശ്രമിച്ചത് SDPI ആണ് എന്നതാണ് BJPയുടെ നിലപാട്. അനൂപ് ആന്റണിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സർക്കാർ ക്രൈസ്തവ സംഘടനകളുടെ അവകാശങ്ങൾക്ക് മുന്നിൽ, പ്രശ്നങ്ങൾക്ക് മുന്നിലൊക്കെ കണ്ണടയ്ക്കുകയാണ് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. SDPIക്ക് മുന്നിൽ സർക്കാർ മുട്ടിലിഴയുകയാണ് എന്നൊരു ആരോപണം കൂടി അനൂപ് ആന്റണി ഉയർത്തി. അല്ല, ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത് ആരാണ്? പോപ്പുലർ ഫ്രണ്ടും SDPIയും ചേർന്നല്ലേ ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത്? ശരിയാണ്, ബാൻ ചെയ്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ SDPIയുടെ പേരിൽ ഈ സ്കൂളിലെ ഒരു ചെറിയ വിഷയം അതിനെ വർഗീയവൽക്കരിച്ച് അതിനെ സംസ്ഥാന തലത്തിൽ ഒരു വലിയ വിഷയമാക്കിയത് അവരല്ലേ? അത് മാത്രവുമല്ല, ഈ SDPI പോലൊരു സംഘടനയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ ആരാണ്? കോൺഗ്രസും ഇടതുപക്ഷവുമല്ലേ? എന്തുകൊണ്ടാണ് SDPI ഇങ്ങനെ തഴച്ചു വളരുന്നതും SDPI ഇതുപോലെ ഓരോരോ വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുമ്പോൾ അവർക്കതിനുള്ള കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത്? അതിവിടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും SDPIക്ക് കുടപിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസും വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വർഗീയവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, SDPIയും അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പിണറായി സർക്കാരും കോൺഗ്രസുമാണ്. നമുക്കറിയാം, ഒരു സാധാരണ ഒരു സ്കൂളിലെ ഒരു വിഷയമാണിത്. എല്ലാ സ്കൂളിനെയും ബാധിക്കുന്ന പോലെ തന്നെ ഓരോ സ്കൂളിനും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. നിങ്ങൾക്ക് ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇതിനെ വർഗീയവൽക്കരിച്ച് സ്കൂളിലേക്ക് സമരം നടത്തുക, മാർച്ച് നടത്തുക, എന്നിട്ട് ഇതിനെ ഒരു വർഗീയ കളർ കൊടുക്കുക, ഇത് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടും SDPIയും ആണെങ്കിൽ അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും കോൺഗ്രസുമാണ്. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് അൽമായ കൗൺസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. സംഭവം മത തീവ്രവാദ സംഘടനകളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നതാണ് ഈ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് അൽമായ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അടിമത്തമാണ് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിന്റെ ഇടപെടലിനെതിരെ PTIയും രംഗത്ത് വന്നിരുന്നു. കാരണം ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നൊരു ആവശ്യം സർക്കാരിന്റെ ഭാഗമായ ചിലർ ഇടപെട്ട് നടത്തിയിരുന്നു എന്ന ഒരു കാര്യമാണ് PTI ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ക്രൈസ്തവ സംഘടനകളും സമാനമായ ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കുന്നത്. ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പലയിടങ്ങളിൽ പലതാവാം. ഇപ്പൊ ഇവിടെ SDPI ആണെന്ന് പറയുന്നു, ഇവിടെ SDPI ആണെങ്കിൽ മറ്റു പലയിടത്തും മറ്റു പല സംഘടനകളാവാം. അത് ഏക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. പല സംഘടനകളും നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒന്നല്ലോ, പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം, അതുപോലെ പ്രത്യേക പരിരക്ഷ, പ്രത്യേക സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടണം. ആ രീതിയിൽ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും ഇവർ മുന്നോട്ട് വരുന്നത്. എന്നോട് ചോദിച്ച PTI ആയിട്ട് ബന്ധപ്പെട്ട വിഷയം, പക്ഷേ അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ഇവർക്ക് സമ്മർദ്ദമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ DEO ഓഫീസിൽ നിന്ന് എറണാകുളത്തുനിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ച് കയറ്റാനുള്ള എഴുതി കൊടുക്കണമെന്നുള്ള രീതിയിൽ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു സുമേഷ് എന്ന് പറഞ്ഞു. അവർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു, ഞങ്ങളിവിടെ കൂടിയാലോചിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ലെറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോകുക, ഞങ്ങൾ മറുപടി തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൽ ചെയ്തു.
വിശദീകരണം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ ഇപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് വിളിച്ച് സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം നമുക്ക് CBSE സ്കൂളിലേക്ക് 3 വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ DEO ആണ്. അപ്പോൾ DEO ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഒരു തടഞ്ഞു വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നതാണ് PTA അംഗം കൂടി ആയ വ്യക്തി നമ്മളോട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തും എന്നത് മന്ത്രി സൂചിപ്പിച്ചിരുന്നു. മാത്രവുമല്ല സ്കൂളുകളിൽ അവിടുത്തെ നിയമാവലി അനുസരിച്ചുള്ള വസ്ത്രധാരണമാണ് നടക്കേണ്ടത് എന്ന കാര്യം മന്ത്രി സൂചിപ്പിച്ചിരുന്നതാണ്. അതിനു മുമ്പ് തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും എന്താണ് സ്കൂളിലെ നിയമാവലി അത് പാലിക്കാൻ ഓരോ വിദ്യാർത്ഥികളും സന്നദ്ധരാകണം എന്നത് പറയുകയും ആ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്ന് കോടതി തന്നെ ഇടപെട്ട് പറയുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ വർഗീയമായി ഇതിനെ നേരിടാനുള്ള ഇടപെടലുകൾക്കെതിരെ ഉള്ള കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മോശം ഒരു പ്രവണതയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു വലിയ തർക്ക വിഷയമാണ്. പലയിടങ്ങളിലും ഇത് നമ്മുടെ സംസ്ഥാനത്തായാലും പുറത്തൊക്കെ ആയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. അത് നിയമ നടപടികളിലേക്കും നൂലാമാലകളിലേക്കും ഒക്കെ കടക്കാറുണ്ട്. ഇതിൽ കോടതികൾ പോലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരു അന്തിമ തീർപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ബോധപൂർവം ഇത്തരം വർഗീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അത് മുളയിലെ നുള്ളിക്കളയേണ്ടതും അനിവാര്യമാണ്. അത്തരമൊരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാതൃകാപരമായ ഇടപെടലാണ്. അതിൽ ഹൈബി-ഈഡൻ MP-യുടേതുൾപ്പെടെയുള്ള ഇടപെടലുകൾ വളരെ പ്രശംസനീയമാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആണ് ഇപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറുകയും തുടർ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബോധപൂർവം ഇതിവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത്തരം അന്വേഷണം ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്.